ദേവസ്വം ബോർഡ് ആസ്ഥാനം, അതോടൊപ്പം തന്നെ എൻ വാസുവിന്റെ വീട്, വൈദ്യുവിന്റെ വീട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്, ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ പരിശോധനകൾ പുരോഗമിക്കുന്നത്. പുലർച്ചെ തന്നെ ഈ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി തോക്കേന്ത്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ അവരുടെ കാവലിലാണ് ഈ പറയുന്ന പരിശോധനകളെല്ലാം പുരോഗമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് രാവിലെ ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്ത് വീട് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. അതിനുശേഷം പിന്നീട് സഹോദരിയുടെ വീട്ടിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയെ കൂടി കൂട്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തിച്ചാണ് കരട്ടിലെ വീട്ടിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഈ പറയുന്ന വീടുകളിലും ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനം അടക്കമുള്ള സ്ഥലങ്ങളിലും അനന്തരം ബില്ലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശോധനകൾ പലതും കഴിഞ്ഞു പോയതാണ്. രേഖകൾ പലതും ശേഖരിച്ചതാണ് SITയും അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസും എല്ലാം. അത്തരം പരിശോധനകളെല്ലാം നടന്ന സ്ഥലത്ത് വീണ്ടും ഒരു പരിശോധന നടക്കുമ്പോൾ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഊന്നിയുള്ള ഒരു പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാസുവിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തി അവരോട് പരിശോധന നടത്തണം, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരാണ് എന്ന് അറിയിക്കുകയും അകത്ത് കയറി പരിശോധന നടത്തുകയും ചെയ്തു. ഡ്രൈവർ അടക്കമുള്ള വീട്ടിലുണ്ടായിരുന്ന മറ്റാളുകളെ വീടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ എപ്പോഴും പുറത്ത് തുടരുകയാണ്. എന്തായാലും നിർണായകമായ പരിശോധനകൾ നടക്കുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യത്തിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആണ് ആ പരിശോധനയും പുരോഗമിക്കുന്നത്. ഒരു വർഷത്തെയോ 2 വർഷത്തെയോ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു ദേവസ്വം ബോർഡിന്റെയോ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയോ ഒരു ഭരണസമിതിയുടെയോ കാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വിശദമായി തന്നെയുള്ള പരിശോധന നടക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്ന ഒരു ആസൂത്രണത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു കൊള്ള എന്നുള്ള നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തെ കാണുന്നത്. അതിനാൽ തന്നെ ഈ പറയുന്ന സ്വർണം കൊള്ളയടിച്ചതിന്റെ പണം എവിടേക്കെല്ലാം പോയി, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയ ഒരു കാര്യമെന്ന് നമുക്കറിയാം. SITയുടെ അന്വേഷണത്തിൽ അതിന് സമാനമായി തന്നെ ഈ EDയും സമാനമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ശബരിമല എന്നൊരു ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് ക്ഷേത്രങ്ങളെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം സ്വർണ്ണക്കൊള്ള എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിർണായകമായ EDയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ളത്. പുലർച്ചെ മുതൽ തുടങ്ങിയ പരിശോധനയാണ്, ഇനിയും മണിക്കൂറുകൾ നീളും എന്നുള്ളതാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പല തലങ്ങളിലും അന്വേഷണം പോകുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ അത്രത്തോളം വ്യാപ്തിയേറിയതാണ്.